4-ാം വാക്യത്തിൽ നിനക്കനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നത്രേ. ഇക്കാലത്തെ എല്ലാ അധർമ്മവും അനുവദിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അതെ, എന്നാൽ ദൈവവചനം ഇന്നും എന്താകുന്നു തെറ്റ്, എന്താകുന്നു ശരിയായിട്ടുള്ളത്, എന്താകുന്നു ചെയ്യേണ്ട കാര്യം എന്ന് വ്യക്തമായി പറയുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത തെറ്റായ കാര്യമാണ് ദുഷ്ടത. താൻ തെറ്റാണ് ചെയ്തത് എന്ന് പറയുന്നതിന് വേണ്ടി ദാവീദ് ഈ വാക്ക്, അതായത് അനിഷ്ടമായത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. താൻ ചെയ്തത് തെറ്റാണെന്ന് ദാവീദ് സമ്മതിക്കുന്നു. പാപത്തെക്കുറിച്ച് ആഴമായ കുറ്റബോധം ഉണ്ടായി എന്നതാണ് ദാവീദിൻ്റെ അനുഭവം. അത് അവന് തൻ്റെ പാപത്തെ വെറുക്കുവാനുള്ള ഒരു അവസരം നൽകി. താൻ അത് ചെയ്തതുകൊണ്ട് ദാവീദ് തന്നെയും വെറുക്കുകയാണ് ചെയ്തത്. എല്ലാ വിധത്തിലും താനൊരു ദുഷിച്ച വ്യക്തിയായി ദാവീദിന് തോന്നി. അവൻ്റെ മനസാക്ഷി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അതെ, ഒരു വലിയ പർവ്വതം പോലെ തൻ്റെ കുറ്റം വലുതാകുന്നു എന്ന ചിന്തയായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. അവൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസാക്ഷി അവൻ്റെ നേരെ അവനെ കുറ്റപ്പെടുത്തലിൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നു. ദാവീദേ, നീ കുറ്റക്കാരനാകുന്നു എന്ന് അവൻ്റെ മനസാക്ഷി അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മനസാക്ഷി ഒരു നല്ല വഴികാട്ടിയല്ലല്ലോ എന്ന് ചിലർ പറയാനിടയുണ്ട്. അത് ശരി തന്നെയാണ്. എന്നാൽ മനസാക്ഷി ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറയുകയല്ല മനസാക്ഷിയുടെ പ്രവർത്തനം. മനസാക്ഷിയുടെ ജോലി നാം ശരിയോ തെറ്റോ എന്ന് പറയുകയാണ്. ശരി എന്താണ്, തെറ്റ് എന്താണ് എന്ന് മനസാക്ഷി പറയുന്നില്ല. പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. 29-ാം വാക്യത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു: മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. പൗലോസ് പറയുന്നത് ഇതാണ്: ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നീ മാംസം ഭക്ഷിച്ചാലും നീ മാംസം ഭക്ഷിച്ചില്ലെങ്കിലും ഒരു വ്യത്യാസവുമില്ല. എന്നാൽ നീ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മാംസം വിളമ്പിയാൽ അത് എവിടെ നിന്ന് വാങ്ങിയതാകുന്നു എന്ന് നീ അന്വേഷിക്കരുത്. ഒരുപക്ഷെ അത് ക്ഷേത്ര പരിസരത്തിൽ നിന്നും വാങ്ങിയതാകാം. അത് നീ അറിയുന്നുവെങ്കിൽ അത് തിന്നുമ്പോൾ നീ തെറ്റ് ചെയ്യുകയാകുന്നു എന്ന് നിൻ്റെ മനസാക്ഷി നിന്നോട് പറയും. എന്നാൽ നിനക്ക് അറിയുകയില്ലെങ്കിൽ, നിന്നെ ക്ഷണിച്ച വ്യക്തി നിന്നോട് പറയുന്നില്ലെങ്കിൽ അത് തിന്നുന്നത് നിനക്ക് തെറ്റായിരിക്കുകയില്ല. അപ്പോൾ മനസാക്ഷി എന്താകുന്നു തെറ്റ് എന്ന് പറയുന്നില്ല, നേരെ മറിച്ച് ഈ കാര്യം തെറ്റാകുന്നു എന്ന് പറയുകയാണ്. ഇല്ലേ? തങ്ങളുടെ മനസ്സാക്ഷി ലംഘിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അപകടകരമായ കാര്യമാണ്. തങ്ങളുടെ മനസ്സാക്ഷിക്ക് എതിരായി പോകുന്നത് അപകടകരമാണ്. ദാവീദിൻ്റെ മനസാക്ഷി അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ മനസാക്ഷിയുടെ നിലവിളി പാപത്തെക്കുറിച്ചുള്ള ബോധമായിരുന്നു. അവൻ തെറ്റുകാരനായിരുന്നു. അതിന് യാതൊരു വിശദീകരണവും നൽകുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കൂ, 3-ാം വാക്യം: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. താൻ തെറ്റുകാരനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഏറ്റുപറച്ചിലിൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ മനസ്സലിയുമാണ് അടുത്ത ഭാഗത്ത് നാം കാണുന്നത്. 4-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ദാവീദ് ഈ പ്രസ്താവന ചെയ്തതുകൊണ്ട് അവൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിനെതിരായുള്ള പാപമാകുന്നു എന്ന് ദാവീദ് പറയേണ്ടിയിരുന്നില്ല എന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്. അത് ബത്സബയ്ക്കെതിരായ പാപമായിരുന്നു എന്നാണ് ദാവീദ് പറയേണ്ടിയിരുന്നത് എന്നാണ് ചിലരുടെ അഭിപ്രായം. അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിശ്ചയമായും അത് ബത്സബയ്ക്കെതിരായ ഒരു പാപമായിരുന്നു. അത് തൻ്റെ കുടുംബത്തിനെതിരായ പാപവുമായിരുന്നു. കാരണം ആ സമയം ദാവീദിന് ഒരു കുടുംബമുണ്ടായിരുന്നു. അത് അവർക്കെതിരായ പാപമായിരുന്നു. ദാവീദ് അപ്രകാരം പറയണമായിരുന്നു എന്നും വിമർശകർ പറയുന്നുണ്ട്. അത് സമൂഹത്തിനും പ്രത്യേകിച്ച് യെരൂശലേമിനുമെതിരായ പാപമായിരുന്നു എന്നും പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ താൻ രാജാവായിരുന്ന ജനങ്ങൾക്കെതിരെയുള്ള പാപമായിരുന്നു അത്. അവൻ
ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ പ്രിയരെ, അന്തിമമായി നാം അപഗ്രഥിച്ചു നോക്കിയാൽ പാപം എല്ലായ്പ്പോഴും ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. പാപം എല്ലായ്പ്പോഴും ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. ബത്സബ പോയി, അവളുടെ കുടുംബം എവിടെയാകുന്നു എന്ന് നമുക്കറിയില്ല. അന്നത്തെ സമൂഹവും നമുക്കറിയില്ല. അത് അപ്രത്യക്ഷമായി. വാസ്തവത്തിൽ ജനങ്ങൾ ഇപ്പോൾ ദാവീദിൻ്റെ വംശക്കാരാൽ ഭരിക്കപ്പെടുന്നുമില്ല. എന്നാൽ ആ പാപം ഇന്ന് ദൈവവചനത്തിനും ദൈവത്തിനും എതിരായി നിലനിൽക്കുന്നു. ചരിത്രപരമായി സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും നമുക്ക് നോക്കാം. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ദൈവം ദാവീദിനോട് ഇപ്രകാരമാണ് പറഞ്ഞത്: നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊര്യാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. 2 ശമൂവേൽ 12:10 ഞാൻ വായിച്ചത്. 2 ശമൂവേൽ 12:13-14 നാം വായിക്കുമ്പോൾ അവിടെ ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. നോക്കണേ, വർഷങ്ങളായി വിമർശകർ ദൈവവചനത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നു എന്നാണോ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, ദാവീദേ, ശത്രുക്കൾക്ക് പരിഹസിക്കുവാൻ നീ ഒരു അവസരം കൊടുത്തു എന്ന് ദൈവം അവനോട് പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞു മരിച്ചു പോകും, വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയുമില്ല. അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. അവൻ്റെ അവസാന ദിവസം വരെ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. ഇത് ഒരു ശരിയായ വാർത്ത അല്ലെങ്കിൽ നല്ല വാർത്തയല്ല പലർക്കും. എന്നാൽ ഇതല്ലേ യാഥാർത്ഥ്യം? അവൻ്റെ കുഞ്ഞു മരിച്ചു എന്ന് മാത്രമല്ല, താൻ ആഗ്രഹിച്ചിരുന്ന, താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻ, അതെ, തൻ്റെ പിൻഗാമിയായി തീരണം എന്ന് അവൻ കൊതിച്ചിരുന്ന മകനും മരിച്ചു. തൻ്റെ മകനായ അബ്ശാലോം യുദ്ധത്തിൽ മരിച്ചു എന്ന ആ വാർത്ത ദാവീദ് കേട്ടപ്പോൾ അവൻ നടുങ്ങി, പടിപ്പുരം മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു എന്ന് നാം വായിക്കുന്നു. അതെ, അബ്ശാലോം ജീവിച്ചിരിക്കണമെന്നായിരുന്നു ദാവീദിൻ്റെ ആഗ്രഹം. എന്നാൽ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ വില കൊടുക്കേണ്ടതായി വന്നു. ഈ പാപം ഒരു പാപത്തിൻ്റെ പ്രമാണത്തിലേക്ക്, അതെ, സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ദാവീദ് വ്യക്തമാക്കുന്നു. 5-ാം വാക്യം: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദാവീദും നമ്മെ എല്ലാവരെയും പോലെ തന്നെ പാപസ്വഭാവത്തോടു കൂടിയാണ് ലോകത്തിലേക്ക് വന്നത്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വിശ്വാസികളോട് പൗലോസ് ഇപ്രകാരം പറയുന്നു. അതെ, ഗലാത്യലേഖനം 6:1: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അഥവാ ഒരു വിശ്വാസി വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. സഭാപ്രസംഗി 7:20 നാം വായിക്കുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്നാണ്. സദൃശവാക്യങ്ങൾ 30:12 നാം വായിക്കുന്നത്, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായി ഒരു തലമുറ. തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ അവർ പാപത്തോടുള്ള പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരാകുന്നു എന്ന് ഞാൻ പറയട്ടെ. തങ്ങൾ ദൈവദൃഷ്ടിയിൽ പാപികളാകുന്നു എന്ന വാസ്തവം മനസ്സിലാക്കാതെ സമാധാനത്തോടെ നമ്മുടെ പള്ളികളിൽ തണുത്ത് മരവിച്ചിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ശുദ്ധീകരണവും ആവശ്യമായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ദാവീദ് ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചു, അതിലേക്ക് കടക്കുന്നു. തനിക്കൊരു പാപ സ്വഭാവമാകുന്നു ഉള്ളതെന്ന് ദാവീദ് ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു. ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ തുടരുന്നു. 6-ാം വാക്യം, 51-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്,
അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പുറമേ നീ എങ്ങനെയായിരിക്കുന്നു എന്ന കാര്യത്തിൽ ദൈവത്തിന് യാതൊരു താല്പര്യവുമില്ല. നീ ഏതെങ്കിലും നല്ല ഒരു ഇടവകയിലെ അംഗമാണോ, വലിയ കുടുംബത്തിൽ ജനിച്ചതാണോ, സ്നാനപ്പെട്ടതാണോ, നീ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടോ? ദൈവം ഈ കാര്യങ്ങളിലൊന്നുമല്ല താല്പര്യനായിരിക്കുന്നത്. ഇതൊക്കെ പുറമേയുള്ള കാര്യമാണ്. അപ്പോഴും താങ്കൾ നഷ്ടപ്പെട്ടവനായി കഴിയാവുന്നതാണ്. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം മനുഷ്യരിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ദാവീദ് പറയുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവവചനത്തിലെ ശ്രേഷ്ഠമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. ദാവീദ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് അവൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയത് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നുവെങ്കിൽ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. അതല്ല കാരണം. ചരിത്ര സംഭവത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവമാണ് മുൻകൈ എടുത്തത്. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ചു. നാഥാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ദാവീദ് പിന്നെയും അവിടെ മിണ്ടാതെ കഴിഞ്ഞുകൂടുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവൻ അപ്രകാരം അധിക നാൾ ഇരിക്കുവാൻ കഴിയുമായിരുന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ ദാവീദ് ഈ കാര്യത്തിൽ യാതൊരു മുൻകൈയും എടുത്തില്ല. മുന്നോട്ടിറങ്ങിയത് ദൈവം തന്നെയാണ്. എങ്ങനെയാണ് ദാവീദിന് പാപം ക്ഷമിച്ചു കൊടുപ്പാൻ ദൈവത്തിന് കഴിഞ്ഞത്? കാരണം ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അതിൽ കൂടുതൽ അത് പോകുകയില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. തീർച്ചയായും അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു മനുഷ്യന് കാണുവാൻ കഴിയുന്നത് അത്രമാത്രമാണില്ലേ? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മാത്രം. തൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം ഒരു മനുഷ്യൻ അത്രത്തോളം കാണുവാൻ കഴിയും. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാകുന്നു എന്ന്, ദയ കാണിക്കുന്നവനാകുന്നു എന്ന്. അതിനുശേഷം നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറയുന്നു, കുറ്റമുള്ളവനെ താൻ വെറുതെ വിടുകയില്ല എന്ന്. ഇത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണെന്ന് തോന്നാം. ദാവീദ് പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കാം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ കുറ്റബോധത്തോടെ കഴിയുന്ന ഒരവസ്ഥയാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്നും താങ്കളെ കഴുകുവാൻ മതിയായതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം താങ്കളെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തിയെയും അവൻ കഴുകുന്നവനാണ്, ശുദ്ധീകരിക്കുന്നവനാണ്. പാപം ക്ഷമിച്ച് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നവനാണ്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക.